ഈ പരിപ്പിന്റെ കളറ് ഒരു സൈസ് മണ്ണം കളർ മാതിരിയാണ്. നമ്മൾ സാധാരണ പരിപ്പ് മഞ്ഞ കളറല്ല ഉണ്ടാവുക, ഇത് മറ്റേ മുസമ്പിന്റെ തോട് മാതിരി. ഇതാണോ? അതന്നെയാണ് പരിപ്പ്, അതന്നെയാണ്. ഈ കളറാണ് സാമ്പാർ പൊടി ഉണ്ടാവുക. സാമ്പാർ പൊടിന്റെ കളർ അതന്നെയാണ്, അതിന്റെ മണം എങ്ങനെ നോക്കുക, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇജ്ജ് ബിരിയാണി പൊടിയും ചിക്കൻ മസാലയും ഒന്നും കൊണ്ടുപോയിക്കാണ്ടിട്ടാൽ സാമ്പാറിന് ടേസ്റ്റ് പോയി. കുക്കറിൽ പരിപ്പും 3 പച്ചമുളകും 1 കഷ്ണം സവാളയും ഇട്ട് 3 വിസൽ, 3-4 ഉള്ളിലുള്ള വിസലടിച്ചിട്ട് ഓഫാക്കുക. എല്ലാത്താവ് സാമ്പാറിന് ഇതൊന്നും ഇടണ്ട, പിന്നെ ക്യാരറ്റും തക്കാളിയും ഉരുളക്കിഴങ്ങൊന്നും. ഈ പറഞ്ഞ സാധനം കൊണ്ട് തന്നെ സാമ്പാറായിരുന്നു. സാമ്പാറും കൂടി ഇടണ്ടേ? അതൊക്കെ അപ്പോൾ അതിന് ഞാൻ വേറെ ഇതിൽ ഇത് വേവിക്കുക. അപ്പോൾ ഇത് ഞാനണ്ട് വരുന്നുണ്ടല്ലോ. ആ കുക്കർ തുറക്കുക, അതിലേക്ക് എൻ്റെ അടുത്തുള്ള കഷ്ണങ്ങൾ ഒരു വിരലിൻ്റെ മാതിരത്തെ നീളത്തിൽ മുറിച്ചിട്ട് ഈ കഷ്ണങ്ങളൊക്കെ ഇടുക. മഞ്ഞപ്പൊടി ഇടുക, ഒരിത്തിരി മുളകും പൊടി, ലേശം മല്ലിപ്പൊടിയും, പിന്നെ സാമ്പാറിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് പുളിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുക്കുക. കരിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒറ്റ വിസൽ. കായം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, കായം കല്ലും കഷ്ണം പോലത്തതാണോ ഉള്ളത്, പൊടിയാണോ? പൊടിയാണെങ്കിൽ ചൂടോട് കൂടിയിട്ട് കറിയിൽ ഇട്ട് കൊടുക്കുക. കല്ലും കഷ്ണം പോലത്തതാണെങ്കിൽ നമ്മളെ ബേബി മെറ്റലിൻ്റെ അത്ര പോകുന്നൊരു കഷ്ണം എടുക്കുക. ഏറരുത്, ചൊയ്ക്കും. ബേബി മെറ്റലിൻ്റെ അത്ര പോകുന്ന കുഞ്ഞ് കഷ്ണം എടുക്കുക. ചൂടുള്ള വെളിച്ചെണ്ണയ്ക്ക് അത് ഇട്ടിട്ട് 2 ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുക. അപ്പം തന്നെ അങ്ങോട്ട് എടുത്തിട്ട് എന്തേലും കനമുള്ള സാധനം കൊണ്ട് ചതുക്കി കണ്ടിട്ട് കറി കണ്ട് വെറുതെ ഇട്ട് കൊടുക്കുക.